മത്സര പരീക്ഷകളിലും സ്ഥിരമായ സാന്നിധ്യം അറിയിക്കുന്ന ആനുകാലിക ചോദ്യങ്ങൾ നമുക്ക് എളുപ്പത്തിൽ ഉത്തരം നൽകാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അവ എത്രയും പെട്ടെന്ന് സ്വായത്തമാക്കിയാൽ നമ്മുടെ ആ വിഭാഗത്തിൽ നിന്നുള്ള മാർക്കുകൾ നമുക്ക് ഉറപ്പിക്കാവുന്നതാണ്. ഇവിടെ ഞാൻ LDC പരീക്ഷയെ മുൻനിർത്തിക്കൊണ്ട് തന്നെ അതുപോലെ തന്നെ മറ്റു മത്സര പരീക്ഷകൾക്കും സഹായമാവുന്ന രീതിയിൽ ഈ ഒരു വർഷത്തിലുള്ള പ്രാധാന്യമർഹിക്കുന്ന ആനുകാലിക സംഭവങ്ങൾ വീഡിയോ ആയി ചിത്രരൂപത്തിൽ നൽകാൻ ഉദ്ദേശിക്കുകയാണ്. 10 ചോദ്യങ്ങളടങ്ങുന്ന ഒരു ക്യാപ്സ്യൂൾ രൂപത്തിലാണ് ഇത് തയ്യാറാക്കുന്നത്. കാരണം എങ്കിൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് ഓർമ്മിക്കാനും പഠിക്കാനും എളുപ്പം. ഒരുപാട് ചോദ്യങ്ങളായി കഴിഞ്ഞാൽ അതിൽ കുറച്ചെണ്ണം മാത്രമേ നമുക്ക് ഓർമ്മിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ കുറേശ്ശെ അല്ല അങ്ങനെ. അതുകൊണ്ട് തന്നെ ഒരു ചൊല്ല് തന്നെ ഉണ്ട്, പയ്യെ തിന്നാൽ പനയും തിന്നാം എന്ന് വെച്ചാൽ പന മുഴുവനായിട്ട് തിന്നാം എന്നുള്ളത് കൊണ്ടല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് സാധനവും റെസ്റ്റ്ലെസ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നും. അതേസമയം സാവധാനം അത് ചെയ്ത് തീർത്താൽ നമുക്കതുകൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, അത്തരം രീതി തന്നെ ഉപയോഗിക്കാം. അതുകൊണ്ട് തന്നെ തുടർന്നുള്ള ആനുകാലിക ചോദ്യങ്ങൾ വിട്ടുപോകാതിരിക്കാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റു പഠിക്കാൻ ഉദ്ദേശിക്കുന്ന PSC പഠിക്കുന്ന മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്യുക. അവർക്കും കൂടി ഇതുകൊണ്ട് ഉപകാരം ഉണ്ടായിക്കോട്ടെ. അതുപോലെ തന്നെ തുടർന്ന് ഇതിൻ്റെ അടുത്തടുത്ത ഭാഗങ്ങൾ വിട്ടുപോകാതെ തന്നെ കാണാൻ ശ്രദ്ധിക്കുക. അവ അപ്പോൾ തന്നെ മനഃപ്പാഠമാക്കുകയോ അല്ലെങ്കിൽ മനസ്സിലാക്കി പഠിക്കുകയോ അല്ലെങ്കിൽ മനസ്സിലാക്കി എടുക്കുകയോ ചെയ്യുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഇനി നമുക്ക് ആദ്യത്തെ 10 ചോദ്യങ്ങളിലേക്ക് കടക്കാം. കേരള ഹൈക്കോടതിയുടെ 32ാമത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? കേരള ഹൈക്കോടതിയുടെ 32ാമത്തെ ചീഫ് ജസ്റ്റിസ് എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ മോഹൻ M. ശാന്തനഗൗഡർ. മോഹൻ M. ശാന്തനഗൗഡർ. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? V. ഭാസ്കരൻ. മേക്ക് ഇൻ കേരള പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡർ ആരാണ്? മേക്ക് ഇൻ കേരള പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡർ ആരാണ്? മമ്മൂട്ടി. കേരളത്തിലെ തെരുവുനായ പ്രശ്നത്തെക്കുറിച്ച് പഠിക്കാൻ സുപ്രീം കോടതി നിയോഗിച്ച സമിതി ഏതാണ്? കേരളത്തിലെ തെരുവുനായ പ്രശ്നത്തെക്കുറിച്ച് പഠിക്കാൻ സുപ്രീം കോടതി നിയോഗിച്ച സമിതി ഏതാണ്? ജസ്റ്റിസ് S. സിരിജഗൻ സമിതി. ജസ്റ്റിസ് S. സിരിജഗൻ സമിതി. 35ാമത് ദേശീയ ഗെയിംസിന് വേദിയായ സംസ്ഥാനം. 35ാമത് ദേശീയ ഗെയിംസിന് വേദിയായ സംസ്ഥാനം കേരളം. 2016 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ്. 2016 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് C. രാധാകൃഷ്ണൻ. C. രാധാകൃഷ്ണൻ. ജലനയം പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യ പഞ്ചായത്ത്. ജലനയം പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യ പഞ്ചായത്ത് പെരുമണ്ണ. 2016 OV വിജയൻ സാഹിത്യ പുരസ്കാരത്തിന് അർഹയായതാരാണ്? 2016 OV വിജയൻ സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? ചന്ദ്രമതി. 2015 JC ഡാനിയൽ പുരസ്കാരത്തിന് അർഹനായ പ്രശസ്ത സംവിധായകൻ? KG ജോർജ്. ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന
സൗരോർജ പാടം എവിടെയാണ്? ബാണാസുര സാഗർ ഡാം.